ഇറാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ മേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾക്ക് ഇന്നിപ്പോൾ 25 ദിവസം തികഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അമേരിക്കയുടെ കാര്യം ഏകദേശം പഴയ കീലേരി അച്ചുവിൻ്റെ പരുവത്തിലേക്ക് നീങ്ങി. ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാനും വയ്യ, എന്നാൽ യുദ്ധം തുടരാനും വയ്യ എന്ന അവസ്ഥയിലാണ് ട്രംപും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭരണാധികാരികളും. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ 48 മണിക്കൂറിനകത്ത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും അതെല്ലാം കൂടി തുറക്കുമെന്നും ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ പോകണമെന്നും സഖ്യരാഷ്ട്രങ്ങളും എല്ലാം കൂടെ ചെല്ലണമെന്നും പറഞ്ഞു. പക്ഷെ ആരും പോയില്ല. അപ്പോൾ ആ അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ 5 ദിവസത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം നിർത്തിവെക്കുകയാണ്, യുദ്ധം നിർത്തിവെക്കുകയാണ്. കാരണം അത് ഇറാൻ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്തുന്നത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഹോർമൂസ് കടലെടുപ്പ് ഞാനും മുതലയമ്മാച്ചനും കൂടി എന്ന് പണ്ട് കുറുക്കൻ പറഞ്ഞതുപോലെ ഈ ഞാനും ഇറാനിലെ ഭരണാധികാരികളും ചേർന്നുകൊണ്ട് നിയന്ത്രിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിച്ചു വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം 5 ദിവസത്തേക്കൊന്നും ചെയ്യുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ ഇതിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട്, ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. ഗൾഫിലെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുന്നതുവരെ ഇറാൻ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് ഇറാനും പറയുന്നു. ഇറാൻ യുദ്ധം തുടരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ട്രംപിൻ്റെ പ്രസ്താവന വന്നതിന് ശേഷവും ഇറാൻ ഇസ്രായേലിലെ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അവസ്ഥയിൽ ട്രംപ് നേരിടുന്നത് 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇറാനിലേക്ക് ഒരു കരസൈന്യത്തെ അയക്കാൻ ട്രംപ് ആലോചിക്കുന്നുണ്ടെങ്കിലും അവിടെ ചെന്നിറങ്ങി ആത്മഹത്യ ചെയ്യാൻ ഈ സൈനികർ എത്ര പേർ തയ്യാറാവും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിന് സൈനികർ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ജനങ്ങളുടെ വികാരം ഈ യുദ്ധത്തിനെതിരായിരുന്നു. ഇപ്പോൾ യുദ്ധം തുടങ്ങി ഈ ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞപ്പോഴേക്ക് മൊത്തമായി തന്നെ അമേരിക്കയിലെ ജനങ്ങൾ ട്രംപിൻ്റെ ഈ യുദ്ധക്കൊതിക്കെതിരായി മാറി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധം ഒരവസരമാക്കിയിട്ട് ഗൾഫിലെ രാജ്യങ്ങളെ, UAE അടക്കമുള്ള ഗൾഫിലെ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇറാനെയും അതിലൂടെ തന്നെ പിന്നീട് ഇറാഖ്, സിറിയ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെയും പൂർണ്ണമായി ദുർബലപ്പെടുത്തുകയും അങ്ങനെ ഒരു പാൻ ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണെന്ന് അവരുടെ ലക്ഷ്യം. അതേസമയം ട്രംപിനുണ്ടായിരുന്ന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെനിസുലയിൽ നിന്ന് ഒരു ദിവസം അവിടുത്തെ പ്രസിഡൻറ്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുവന്നിട്ട് അവിടുത്തെ എണ്ണയൊക്കെ ഇപ്പം കവർന്നു കൊണ്ടുപോകുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഇറാനിലെ ഭരണകൂടത്തിലെ അസ്ഥിരമാക്കിയിട്ട് അവിടുത്തെ എണ്ണയും കൂടി നമുക്ക് കൊണ്ടുപോയി വിൽക്കാമെന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ താല്പര്യം. ഇപ്പോൾ യുദ്ധം മുറുകി വരുമ്പോൾ ഗൾഫിലെ എണ്ണ സ്രോതസ്സുകളും അതുപോലെ തന്നെ സൗദി അറേബ്യയിലെയും എണ്ണ സ്രോതസ്സുകൾ ആക്രമിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിലൂടെ ഇനി അനേക കാലത്തേക്ക് യാതൊരു തരത്തിലുള്ള യാത്രയും സാധ്യമല്ലാത്ത രീതിയിൽ അത് നശിപ്പിക്കാനും സാധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇറാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ എണ്ണക്കച്ചവടത്തിൻ്റെ ആഗ്രഹവും തീരും. അതുപോലെ തന്നെ ഹോർമൂസ് കടലിലൂടെയുള്ള വാണിജ്യവും അവസാനിക്കും. അതോടുകൂടി ട്രംപിൻ്റെ മൊത്തം സഖ്യകക്ഷികൾ മാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടി ഒരു വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെന്നു ചേരും. അതിൻ്റെ വക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും
ഒരു യുദ്ധം അവസാനിപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് സ്വന്തമായി കൈകൊട്ടിക്കൊണ്ടെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറുമല്ല. അത്തരത്തിൽ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ട്രംപിനെയും അമേരിക്കയെയും യുദ്ധത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉള്ള എന്തെങ്കിലും ആക്രമണങ്ങൾ വീണ്ടും നെതന്യാഹു തുടങ്ങും. അത് നമുക്കറിയാം. നേരത്തെ തന്നെ ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചയിൽ മൂന്നാമത്തെ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നെതന്യാഹു യുദ്ധം തുടങ്ങിയത്. നെതന്യാഹുവിന് വേറെ കാര്യമാണ്. കാരണം അയാൾക്ക് തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ യുദ്ധക്കുറ്റങ്ങൾക്കും അതുപോലെ തന്നെ അഴിമതിക്കും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിചാരണ കൂടി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി യുദ്ധം എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ഒരു പേഴ്സണൽ അജണ്ടയാണ്. ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ, ബോംബ് വീണ സ്ഥലത്തെ ജനങ്ങൾ ഇസ്രായേൽ മന്ത്രിയുടെ നേരെ കയർക്കുന്നതും കയ്യേറ്റ ശ്രമം നടത്തുന്നതും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇസ്രായേലിലോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള സാധാരണ ജനങ്ങൾക്ക് ആർക്കും തന്നെ ഈ യുദ്ധത്തിലൊരു താല്പര്യമില്ല. ട്രംപിൻ്റെ താല്പര്യം അവിടുത്തെ എണ്ണ കമ്പനികൾക്കുള്ള താല്പര്യമാണ്, അതുപോലെ ആയുധ നിർമ്മാണ കമ്പനികൾക്കുള്ള താല്പര്യമാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ട്രംപ് യുദ്ധത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടത്. നെതന്യാഹുവിനാണെങ്കിൽ സ്വന്തം ഇമേജ് രക്ഷിക്കാനും വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ഈ യുദ്ധത്തിലേക്ക് വന്നത്. ഇത്തരത്തിലുള്ളൊരു യുദ്ധം ഈ 25 ദിവസം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടം ഈ ഗൾഫ് മേഖലയിൽ വരുത്തി എന്ന് മാത്രമല്ല, അമേരിക്കയുടെ അടക്കം സാമ്പത്തിക താല്പര്യങ്ങൾക്കും വലിയ വിനാശം വരുത്തിയിരിക്കുന്നു. ആ രീതിയിൽ ഇപ്പോൾ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെയാണ് ട്രംപ് ഈ 5 ദിവസം യുദ്ധം നിർത്തിയെന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ട്രംപിൻ്റെ പ്രസ്താവന മുഖവിലക്കെടുക്കാൻ ഇറാൻ തയ്യാറുമല്ല. കാരണം ഈ ഇത്തരം പ്രസ്താവനകൾ നേരത്തെയും ട്രംപ് നടത്തിയിട്ടുണ്ട്, പിറ്റേ ദിവസം ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ആയുധങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നീട്ടിക്കിട്ടാൻ വേണ്ടിയാണോ ട്രംപ് പറയുന്നതെന്നാണ് ഇറാൻ ധരിച്ചിരിക്കുന്നത്. അത് സത്യമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ട്രംപ് തോറ്റിരിക്കുന്നു. ഇനി ഈ തോൽവിയുടെ പരിണാമം എന്താണെന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷേ അതേസമയം മാനവരാശിക്ക് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള വലിയ തോതിലുള്ള ഇന്ധന ശേഖരങ്ങളും അതുപോലെ തന്നെ പ്രകൃതി വ്യൂഹങ്ങളും എല്ലാം ഈ യുദ്ധത്തിലൂടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപിന് മുമ്പുള്ള പ്രസിഡന്റുമാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇറാഖിൻ്റെ കാര്യത്തിലായാലും സിറിയയുടെ കാര്യത്തിലായാലും ലിബിയയുടെ കാര്യത്തിലായാലും അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലായാലും വിയറ്റ്നാമിൻ്റെ കാര്യത്തിലായാലും കൊറിയയുടെ കാര്യത്തിലായാലും ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ സ്വീകരിച്ചത്. സത്യത്തിൽ ഇത്തരത്തിൽ ഇവർ വൃഥാ നശിപ്പിച്ച, വെറും കച്ചവട വ്യാമോഹത്തിൻ്റെ പേരിൽ വൃഥാ നശിപ്പിച്ച പ്രകൃതി വിഭവങ്ങളും മനുഷ്യ ഊർജവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്രയോ മികച്ചതായി മാറുമായിരുന്നു. രണ്ടാം ലോകമായതിനു ശേഷം ഈ ലോകം മുഴുവൻ നാശം വിധിച്ച യുദ്ധങ്ങൾ നയിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യമാണ്. അത് നമ്മളെപ്പോഴും തിരിച്ചറിയില്ല.